ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയിലുള്ളൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒരു യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നമ്മളെപ്പോൾ ഒരു ആത്മീയ യാത്രയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും, അത് പലതരത്തിലുള്ള ധ്യാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴായിക്കോട്ടെ, മറ്റു പ്രോഗ്രാമുകളിലോ കൺവെൻഷനിലോ ഒക്കെ പങ്കെടുക്കുമ്പോഴായിക്കോട്ടെ, നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ആരംഭിക്കുന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. അതെന്തുകൊണ്ടാണ്? മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ദൈവസ്നേഹം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം നമുക്കൊക്കെ പരിചിതമാണ്. നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. മറ്റ് സൃഷ്ടികളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ദൈവം പറയാണ് നമുക്കാരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം പറയാണ് നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ. എന്താണ് ആ ഛായയും സാദൃശ്യവും? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവം സ്നേഹമാണ്. ഈ ഒരു ഛായയും സാദൃശ്യവും എൻ്റെ സ്പിരിച്വൽ DNA, എൻ്റെ ആത്മീയമായ DNA എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ ഒരു സ്വഭാവമാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ സ്വഭാവം അല്ലേ? നമുക്ക് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ എന്നെ അപ്പനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ഈ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്, ക്വാളിറ്റി എനിക്കുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ബേസിക് ആയിട്ടുള്ള നേച്ചർ, സ്വഭാവം എന്താണ്? ദൈവത്തെ പോലെ നമ്മളും പരിശുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, നീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, എല്ലാറ്റിലും ഉപരി നമ്മൾ സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്തിനാ ദൈവം എന്നെ സൃഷ്ടിച്ചത്? എന്നെ സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നു. ദൈവം എന്നെ എന്ത് മാനദണ്ഡത്തിലാണ് സൃഷ്ടിച്ചത്? അപ്പോഴാണ് നമുക്ക് നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഒരു അടിസ്ഥാനം മനസ്സിലാകുന്നത്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് സ്നേഹത്തിൽ നിന്നാണ്. ആവശ്യമുള്ളത് കൊണ്ടല്ല, ആവശ്യത്തിൽ നിന്നും എന്തെങ്കിലും കുറവിൽ നിന്നും അല്ല. ദൈവം എന്നെ സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്ന്. ഞാനും നിങ്ങളുമൊക്കെ ദൈവസ്നേഹത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, സ്നേഹിക്കുവാൻ വേണ്ടി, സ്നേഹിക്കപ്പെടുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആദത്തെ നോക്കി ദൈവം പറയുന്നത്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് സ്നേഹിക്കാൻ ഒരാൾ വേണം, അവന് സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ഈശോയിലുള്ള സൗഖ്യത്തിൻ്റെ ഈ ഒരു യാത്രയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കണം. നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ അവയർനെസ്, അവബോധം എന്താണ്? ഞാൻ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ആരും എന്നെ നോക്കി പറയാൻ പാടില്ല, നീ ഒരു ആകസ്മികതയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റലായിട്ട് നീ സൃഷ്ടിക്കപ്പെട്ടതാണ്, എങ്ങനെയൊക്കെ നീ ജനിച്ചു. അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ഈ ഒരു അവബോധം നമുക്കുണ്ടാവേണ്ടത്. ആരൊക്കെ, ഏതൊക്കെ മനുഷ്യർ എന്നെ നോക്കി പറഞ്ഞാലും നീ ജനിക്കേണ്ടിയിരുന്നില്ല, നീ ഉണ്ടാകേണ്ടിയിരുന്നില്ല, നിന്നെക്കൊണ്ടൊരു ആവശ്യവുമില്ല, നിന്നെക്കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്ന് പറയുമ്പോഴും ദൈവം എന്നെ നോക്കി പറയുന്ന അടിസ്ഥാനപരമായൊരു സത്യമുണ്ട്: ഞാൻ നിന്നെ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുവിച്ചതാണ്. നീ സൃഷ്ടിക്കപ്പെട്ടത് സ്നേഹത്തിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായത് എന്താ? ഭക്ഷണം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, വായു വേണം, വെള്ളം വേണം. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ തൃപ്തരല്ല. നമുക്ക് ജോലിയുണ്ട്, നമുക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, പക്ഷെ നമ്മൾ തൃപ്തരല്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്ക് എത്രയോ ആളുകൾക്ക് സൗന്ദര്യമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പേരുണ്ട്, പക്ഷെ അവരാരും ലൈഫിൽ സംതൃപ്തരല്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യം സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആമേൻ. ഞാനും നിങ്ങളും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു വിലയുണ്ട്, ഈ ചരിത്രത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, ജീവിക്കുന്നതിനൊരർത്ഥമുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ കാതറിനോഫ് സിയന്ന പറയുന്നൊരു പ്രയോഗമുണ്ട്, പത്സോ ദി അമോറെ, ഭ്രാന്തമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. നമുക്ക് ഒരു നിമിഷം ലൂക്കായുടെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു ലോജിക്കുമില്ലാതെ നഷ്ടപ്പെട്ട ഒരാടിനെ തേടി 99 വിട്ട് അലഞ്ഞു തിരിയുന്ന ഒരു ഇടയൻ്റെ ഒരു ഉപമ. ദൈവം പറയുന്നത്, ഞാൻ അതുപോലെയാണ്, എൻ്റെ മക്കളിൽ ഒരാൾ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ലോകം മുഴുവൻ അത് പോട്ടെ എന്ന് പറഞ്ഞേക്കാം, പക്ഷെ ഞാൻ സമ്മതിക്കില്ല.
ഞാൻ സമ്മതിക്കില്ല. ഒരാടല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നൊരു ദൈവമല്ല എനിക്കുള്ളത്. ആ നഷ്ടപ്പെട്ട ആട് ഞാനാണെങ്കിൽ എന്നെ എന്ത് വില കൊടുത്തും തേടി വരുന്ന, ഭ്രാന്തമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് എൻ്റെ ദൈവം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീ തനിക്ക് 10 നാണയങ്ങളുണ്ടായിട്ട് 1 നഷ്ടപ്പെട്ടു. അവിടെയോടെയൊക്കെ തപ്പി, കുഴപ്പമില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് വെക്കുന്നില്ല. പിന്നെ ആ വീട് മുഴുവൻ കീഴ്മേൽ മറിക്കുക. ആ നാണയം കിട്ടുന്നോടം വരെ എന്ത് വില കൊടുത്തു എനിക്ക് ആ നാണയം നേടിയെടുക്കണം. അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു ആനന്ദമുണ്ട്. കാരണം അതിനത്രമാത്രം വിലയുണ്ടായിരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇതേ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നത്. പിതാവായ ദൈവത്തിനെക്കുറിച്ച് അത്രയും നാളും ആളുകൾക്കുണ്ടായിരുന്ന ആ ചിന്താഗതി എല്ലാം മാറ്റിമറിക്കുക ഈശോ. ഒരു ടാസ്ക് മാസ്റ്റർ, ഒരു യജമാനൻ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരു വിധിയാളൻ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ യജമാനനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആ ഒരു യജമാനൻ അടിമ ബന്ധം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും മാറ്റി, ദൈവം നിൻ്റെ പിതാവാണ്, നിനക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ, നിനക്ക് വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാകുന്ന ഒരു പിതാവാണ് ദൈവം എന്ന് പറയുമ്പോൾ ആ പസോദി അമോറെ, ആ ഭ്രാന്തമായ എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെ വളരെ വാചാലമാവുകയാണ്. എന്നെ ശ്രവിക്കുന്ന ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾക്ക് ആഴങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, സുഖപ്പെടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ ബോധ്യം ഇതാണ്: എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. 2 കുരുവികൾ 1 നാണയത്തിന് വിൽക്കപ്പെടുന്നു, 5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നു. അപ്പോൾ 5ാമത്തെ കുരുവിയുടെ വില എന്താ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. 2 കുരുവികൾ 1 നാണയത്തിനാണെങ്കിൽ 2 നാണയത്തിന് 4 കുരുവികളാണ് വിൽക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ 5 എണ്ണം, 1 മാർജിൻ ഫ്രീയാണ്, അല്ലേ? ബൈ 2 get 1 ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ ആ കുരുവിക്ക് വിലയില്ല. പക്ഷേ പിതാവായ ദൈവം അറിയാതെ ഒന്നുപോലും നിലത്ത് വീണു പോകുന്നില്ല എന്ന് ഈശോ പറയണം. അപ്പം ഇതുപോലൊരു കുരുവിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം തൻ്റെ മക്കളെ, എന്നെയും നിന്നെയും എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു ആഴമേറിയ ബോധത്തിൽ ചവിട്ടി നിൽക്കാൻ എനിക്ക് സാധിച്ചാൽ മറ്റൊന്നിനും എന്നെ തകർക്കാൻ പറ്റില്ല. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ, നിനക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് വിലയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പൊട്ടിയാണെന്ന് പറഞ്ഞാലും, ഞാൻ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും, എൻ്റെ ജീവിതം കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ തളരില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം: ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, യു ബിലോങ് ടു മീ. ദൈവം പറയുന്ന കാര്യം ഇതാണ്: നീ എൻ്റെയാണ് കുഞ്ഞ്, നീ എൻ്റെയാണ് മോനെ, മോളെ, നീ എൻ്റെയാണ്. വീണ്ടും സങ്കീർത്തനം 139 നമ്മൾ വായിക്കുന്നത് എന്താ? അവിടുന്ന് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മളെ കാണുന്നത് പലതരത്തിലുള്ള സ്ക്രീനിലൂടെയാണ്. പക്ഷെ ദൈവം എന്നെ കാണുന്നത് അവിടുത്തെ സ്വന്തം മകനായിട്ട്, മകളായിട്ട്, ആ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം എന്നെ കാണുന്നൊരു ദൈവം എനിക്കുള്ളത്. അവിടുന്ന് പറയുകയാണ്: അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സൗഖ്യത്തിൻ്റെ യാത്രയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ധൂർത്തപുത്രൻ്റെ ഉപമയെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കണം. തനിക്കുണ്ടായിരുന്നതെല്ലാം കൈവശമാക്കിയിട്ട് ആ പിതാവിനെ വിട്ടുപോകുന്ന പുത്രൻ, വർഷങ്ങളോളം പിതാവിൻ്റെ കൂടെ നിന്ന് പണിയെടുക്കുന്ന മൂത്ത മകൻ. ഒരുപക്ഷെ ഈ 2 പേരിലും നമുക്ക് നമ്മളെ തന്നെ ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കാം. ആ മകൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയുമ്പോഴും ആ മകനെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദ സമ്പ്രദായത്തിൽ ഈ പ്രായമായ മുതിർന്നവരുടെ അങ്കികൾ കാറ്റത്തുലയാൻ പാടില്ല, അതായത് അവരിങ്ങനെ പരിഭ്രാന്തിപ്പെട്ട് ഓടാൻ പാടില്ല എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാറ്റിപ്പറത്തി തൻ്റെ മകൻ ദൂരെ നിന്ന് വരുന്നത് കണ്ട് ആ മകൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ആ ഒരു അപ്പൻ്റെ ചിത്രം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. തൻ്റെ മകൻ എവിടെയായിരുന്നെന്നോ, എടാ മോനെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു, നീ എന്നാ ചെയ്യുമായിരുന്നു എന്നൊന്നും ചോദിക്കുന്നില്ല. ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിക്കുകയാണ്, ഓടിച്ചെന്നവനിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട്. വേറൊരു ഒരു വാക്കിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആ മകൻ അവിടെ മനസ്സിലായി, എൻ്റെ അപ്പന് എന്നെ ഇത്രയേറെ സ്നേഹമാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ പെർഫോമൻസ് നോക്കുന്നില്ല എൻ്റെ അപ്പൻ. യജമാനൻ അടിമ സമ്പ്രദായത്തിലുള്ള കാര്യം എന്താ? ഓരോ അടിമയും അവൻ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അവന് പ്രതിഫലം കിട്ടുന്നു. നമുക്കുള്ള തെറ്റിദ്ധാരണ അതാ, എൻ്റെ ദൈവത്തെ എനിക്ക് പ്രീതിപ്പെടുത്തണമല്ലോ, ഞാൻ ഓരോരോ കാര്യം ചെയ്തുകൊണ്ട് എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ അവിടുന്ന് മാർക്ക് തരുന്നത് പോലെ എനിക്ക് അനുഗ്രഹങ്ങൾ തരും.
ആത്മീയതയിൽ ആഴപ്പെട്ട് നിൽക്കുന്നവരിൽ പോലും ഒരു പക്ഷേ ഉള്ള ഒരു തെറ്റിദ്ധാരണയത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ, നമ്മുടെ ചില പ്രാർത്ഥനകൾ, നമ്മളെടുക്കുന്ന ചില ഉപവാസങ്ങൾ, നമ്മുടെ ഓരോരോ ഭക്തി എന്തിനാ? എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ യാത്ര ഒരിക്കലും ഒരു പെർഫോമൻസ് അല്ല, ഒരു ആക്ട് അല്ല. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ഈ ഒരു തെറ്റിദ്ധാരണ ഈശോ പൊളിച്ചെഴുതുന്ന ഈ ഒരു ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് കാണിച്ചു തരുന്നത് വഴി തൻ്റെ മകൻ തന്നോട് ചെയ്തതിൻ്റെ കണക്കെടുപ്പ് നടത്തുകയല്ല, പിന്നെയോ ആ മകൻ തൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന അപ്പൻ. വീണ്ടും മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനെ തന്നെ കാണുന്നത്, ഞാൻ ഇത്രയേറെ പെർഫോം ചെയ്തില്ലേ, ഞാൻ ഇത്രയേറെ ജോലി ചെയ്തില്ലേ, എൻ്റെ അപ്പ എൻ്റെ പ്രതിഫലം എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ, ഭക്തജീവിതത്തിൻ്റെ ഒക്കെ ആഴങ്ങൾ കിടക്കുന്നത് ഇങ്ങനെയുള്ള ചില വാക്കുകളിലാണോ? ഞാൻ ഇത്രയേറെ പണിയെടുത്തു, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചു, ഞാൻ 10 കൊന്ത ചൊല്ലി, എൻ്റെ സമ്മാനം എവിടെ? ഞാൻ ഇത്ര നാൾ ഉപവസിച്ചു, എൻ്റെ അനുഗ്രഹം എവിടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട ഞാൻ ഓരോ പ്രവൃത്തികളും ചെയ്തത്, എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹം തരാത്തത്? അപ്പോൾ ദൈവം പറയാണ്, നിന്റെ പ്രവൃത്തി കണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കുള്ളതെല്ലാം നിൻ്റെയാണ്, നിനക്ക് വേണ്ടി ഇനി തരാൻ എൻ്റെ കയ്യിൽ ഒന്നും മിച്ചമില്ല, ഞാൻ അത്രയേറെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരപ്പൻ. ഒരു മകൻ തന്നെ വിട്ടുപോയി ആ മകനെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ. ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ സ്നേഹം തിരിച്ചറിയാതെ ഉള്ളിൽ അമർഷവും ദേഷ്യവും വെച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത മകൻ. ഇവർ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്ന പിതാവായ ദൈവത്തെ, പ്രിയമുള്ളവരെ, നമ്മൾ കാണുകയാണ്. നമ്മൾ ഈ ഒരു സൗഖ്യത്തിൻ്റെ യാത്രയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കും. ഈ നാളുകളിലൊക്കെ നമ്മൾ ഈ സൗഖ്യത്തിൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? എൻ്റെ ദൈവം, എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മളെ സഹിക്കുകയല്ല, നമ്മളെ സ്നേഹിക്കുകയാണ്. അവനെക്കൊണ്ട് ഞാൻ പൊറുതിമുട്ടി, എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിക്കുന്നൊരു ദൈവമല്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിന്നെയും സ്നേഹത്തോടെ വാരിപ്പുണരുന്ന ആ ഒരു ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, അനന്തമായ ഈ സ്നേഹം, അനന്തമായ കരുതൽ, ആ ഒരു ബോധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ റെഡിയാണോ? പലപ്പോഴും നമുക്കറിയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എവിടെയൊക്കെയോ തിയററ്റിക്കലി എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ആ ഒരു സ്നേഹം സ്വീകരിക്കാൻ തക്കവണ്ണമുള്ളൊരു ധൈര്യം നമുക്കില്ല. ഇത്രയേറെ സ്നേഹം എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഇത്രയേറെ സ്നേഹം എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? എവിടെയൊക്കെ വായിച്ചതുപോലെ ഈ ഒരു കർത്താവ് സുഖപ്പെടുത്തിയതിന് ശേഷം അന്ധന്മാർ വിചാരിക്കുന്നു, സുഖപ്പെടേണ്ടിയിരുന്നില്ല, എന്തിനാ അവൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്നറിയാതെ ചോദിച്ചു, ഇത്രയേറെ സ്നേഹം സ്വീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് ആഴപ്പെടാം. എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ക്വാളിറ്റി നോക്കി എന്നെ തിരഞ്ഞെടുത്തതല്ല, തൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല, നിൻ്റെ പ്രവൃത്തി കണ്ടിട്ടല്ല, നിൻ്റെ കഴിവ് കണ്ടിട്ടല്ല, നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, പിന്നെയോ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയതാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ കാതൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. എൻ്റെ ദൈവം എന്നെ ഇത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ആ അഗാധമായ സ്നേഹത്തിൻ്റെ ഫലമാണ് എൻ്റെ ജീവിതം. ലോകം എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ വേണ്ടെന്ന് വയ്ക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ലോകത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഇനി നമുക്ക് കാണാം. ആ സ്നേഹ വലയത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ദൈവം എന്നെ ഇത്രയേറെ ആഴത്തിൽ സ്നേഹിക്കുന്നു. എന്നെ തേടി വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു സ്നേഹമുണ്ട്. എല്ലാറ്റിലും ഉപരി എന്നെ അന്വേഷിക്കുന്ന, കണ്ടെത്തുന്ന, എന്തു വില കൊടുത്തും എന്നെ സ്വന്തമാക്കുന്ന ഒരു ദൈവസ്നേഹം. ഇത്രയേറെ സ്നേഹം സ്വീകരിക്കാൻ നീ റെഡിയാണോ? ആ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കാൻ റെഡിയാണോ? അത്രയേറെ കരുതപ്പെടുന്നുണ്ട്, സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ റെഡിയാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആരാധനയിലായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ, നമ്മളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേടിച്ചെടുക്കുന്ന ഒരു സ്നേഹമല്ല, തുറന്നു തരുന്ന, വെറുതെ തരുന്ന, സ്വന്തമാക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാം. നമുക്ക് തുടർന്ന് വരുന്ന ആരാധനയിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവസ്നേഹത്താൽ നിറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുനാഥ വാവാ സ്നേഹനാഥ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനും കാരുണ്യവാനും സ്നേഹനിധിയുമായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായിട്ട് ഇപ്പോൾ അങ്ങയുടെ അടുത്തായിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കർത്താവേ, ഈ ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നേഹസ്വരൂപനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും എത്ര മനോഹരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയിൽ സ്നേഹവും സൗഖ്യവും അനുഭവിക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു യാത്രയെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു. ഞങ്ങളെ സ്നേഹമായ ഈശോയെ, സർവ്വസൃഷ്ടജാലങ്ങളോടും ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. ജെറമിയ 31:3 കർത്താവെ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള സ്നേഹം അചഞ്ചലവും. ഈശോയിലെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയുടെ ഈ ഒരു സ്നേഹ സാന്നിധ്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഈ ഒരു നിമിഷം ഈശോ തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ, ദൈവത്തിന് നമ്മോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമ്മളോട് പറയുന്ന നിമിഷങ്ങളാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം, ഏറ്റവും വലിയ അടയാളമാണ് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഈ അപ്പത്തിൻ്റെ രൂപത്തിലായി തീർന്നുകൊണ്ട് കർത്താവ് എന്നോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിനക്ക് വേണ്ടിയാണ്, നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ അപ്പമായത്, ദിവ്യകാരുണ്യമായത്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ സമയം, അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ കൂടെയായിരിക്കുന്ന ഈ ഒരു നിമിഷം, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. കർത്താവെ, പാപികളാണെങ്കിലും ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും ഞങ്ങളുടെ യോഗ്യത നോക്കിയല്ല അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ, അങ്ങേക്ക് ഞങ്ങളോടുള്ള ഏറ്റവും ആഴമേറിയ സ്നേഹം ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. അങ്ങ് ഞങ്ങളെ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിച്ചു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടി കർത്താവെ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങയുടെ സ്വഭാവം സ്നേഹമായിരിക്കുന്നത് പോലെ അതേ സ്നേഹം തന്നെയാണ് കർത്താവെ ഞങ്ങളുടെ സ്വഭാവവും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഞങ്ങളുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ള ചിന്ത, ഞങ്ങളുടെ സ്നേഹമാർക്കും വേണ്ട എന്നുള്ള ചിന്ത, കർത്താവെ, സ്നേഹരാഹിത്യം, ഞങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ നൊമ്പരം അതാണല്ലോ. പക്ഷെ അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഉദാഹരണം കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. പരിശുദ്ധ തിരുസഭയോട് ചേർന്ന്, സകല വിശുദ്ധരും മാലാഖമാരോടും ചേർന്ന് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈ നിമിഷം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഓരോ നിമിഷവും ഞങ്ങൾ പറയുന്നു: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിലൊരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ ജനിക്കണമെന്നും ഞാൻ ജീവിക്കണമെന്നും തീരുമാനിച്ചത് ഞാനല്ല. ഞാൻ എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് യാതൊരു തീരുമാനവും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞ് എനിക്ക് ജീവിതം നൽകിയത് എൻ്റെ കർത്താവാണ്. ആ കർത്താവിനെ ഞാൻ ഈ നിമിഷം ആരാധിക്കുന്നു. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, എനിക്ക് ജീവിതം തന്നതിന് ഒരുപക്ഷെ ഒത്തിരിയേറെ കുറവുകൾ എനിക്കുണ്ടായിരിക്കാം. ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പോരായ്മകളും കർത്താവ് എനിക്കുണ്ട്. എങ്കിലും
അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ യോഗ്യത നോക്കിയല്ല കർത്താവേ, അങ്ങ് എന്നെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന ആഴമേറിയ ബോധ്യത്തിലേക്ക് അങ്ങനെ നയിക്കണമേ. ചുറ്റുമുള്ളവരെന്നെ തള്ളിപ്പറയുമ്പോൾ, ലോകം എന്നെ വേണ്ടാന്ന് പറയുമ്പോൾ, മറ്റുള്ളവർ എന്നെ തള്ളിക്കളയുമ്പോൾ, കർത്താവ് അങ്ങനെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിലെ ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് എന്നെ എത്രയധികമായി സ്നേഹിക്കുന്നുണ്ട് എന്ന ആഴമേറിയ ബോധ്യം എന്നിൽ ഈ നിമിഷം ആഴപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൻ്റെ വേദന, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ വേദന നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം ദിവ്യകാരുണ്യത്തെ നോക്കി പ്രാർത്ഥിക്കാം. പിതാവേ, കർത്താവായ ഈശോയെ, അവിടുത്തെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഈ നിമിഷം നിറയ്ക്കണമേ. മറ്റാരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ കർത്താവേ, കർത്താവിൻ്റെ സ്നേഹം ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ആഴത്തിൽ നിറയ്ക്കണമേ. ഞാൻ വഴിതെറ്റിപ്പോയാൽ എന്നെ തേടി വരുന്ന സ്നേഹം, ഞാൻ കാണാതെ പോയാൽ എന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്നേഹം, ഞാൻ നഷ്ടപ്പെട്ട് ദൂരത്തോട്ട് പോയാൽ എന്നെ കാത്തിരിക്കുന്ന സ്നേഹം, ആ സ്നേഹമാണ് എൻ്റെ കർത്താവ്. കർത്താവെ, ധൂർത്തപുത്രനെ പോലെ മടങ്ങി വരാൻ ഞാനും ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആടാണ് ഞാൻ, കാണാതെ പോയ നാണയമാണ് ഞാൻ. മറ്റാരും എന്നെ തേടി വരാനില്ല കർത്താവെ, നീ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം എടുത്തു മാറ്റപ്പെട്ട നിമിഷങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം നിറയാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആഴമേറിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ പൊതിഞ്ഞു നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയൊക്കെ ഞാൻ മുറിപ്പെട്ടിട്ടുണ്ടോ, ആ മുറിപ്പാടുകളെ കർത്താവ് നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വേദനകളെ, ബുദ്ധിമുട്ടുകളെ ഈ ആരാധനയിൽ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് കരങ്ങൾ വിരിക്കാം. വിരിച്ച കരങ്ങളിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും വേദനകളും ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ വിരിച്ച കരങ്ങളിൽ, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. മുറിവേറ്റ എൻ്റെ ഹൃദയം ഞാൻ വിട്ടുതരുന്നു. അങ്ങേക്ക് കാഴ്ചവെക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ഒഴുക്കണമേ. അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും എന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കണമേ. ആ ബോധ്യത്തിൽ എന്നെ നയിക്കണമേ. കർത്താവേ, എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹമാണെന്ന്. ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോ, നന്ദി പറയുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങളുടെ കരങ്ങളൊന്ന് വിരിച്ച് മറ്റാരെയും നിങ്ങൾ ശ്രദ്ധിക്കാതെ ആ പിതാവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയാൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ സ്നേഹത്താൽ ഞാൻ പൊതിയപ്പെടാൻ, ആ സ്നേഹത്തിൻ്റെ ലേപനത്താൽ ഞാൻ സുഖപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന ബോധ്യത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്ക് നന്ദി പറയുന്നു കർത്താവെ, ആരാധിക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. സ്തുതിക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഈശോ ആരാധന, ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന നേരമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ സ്നേഹം നൽകപ്പെടാത്തതിൻ്റെ വേദന, സ്നേഹിക്കപ്പെടാത്തതിൻ്റെ വേദന, സ്നേഹിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതിൻ്റെ വേദനയുണ്ടോ, ആ ഇടങ്ങളിലേക്കെല്ലാം ഈശോയുടെ സ്നേഹവും സൗഖ്യവും നിറയാൻ, അവിടങ്ങളിൽ ഈശോയുടെ കൃപയൊഴുകാൻ, അവിടുത്തെ അനുഗ്രഹം ഈ നിമിഷം, ആശീർവാദം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം നമുക്ക് ഏറ്റെടുക്കാം.